നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ KCRC കൊണ്ടുവന്ന റെഗുലേഷൻ അത് എങ്ങനെയെല്ലാം കസ്റ്റമറെ ബാധിക്കും എന്നതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഈ റെഗുലേഷൻ കടക്കുന്നതിന് മുന്നേ നമുക്ക് 3 ടേംസുകൾ എന്താണെന്ന് പഠിക്കാം. ആദ്യം തന്നെ നെറ്റ് മീറ്ററിങ്, നെറ്റ് ബില്ലിങ്, ഗ്രിഡ് സപ്പോർട്ട് ചാർജ്. അത് തന്നെ നെറ്റ് മീറ്ററിങ് എന്നു വെച്ചാൽ നമ്മൾ ഒരു സോളാർ പ്ലാന്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി അത് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ബാക്കി വരുന്ന യൂണിറ്റ് ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യും. ഈ ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യുന്ന യൂണിറ്റ് മുഴുവനായിട്ട് നമുക്കൊരു ഓഫ്സെറ്റ് ചെയ്ത് തിരിച്ചെടുക്കുന്നതിനെയാണ് നെറ്റ് മീറ്ററിങ് എന്ന് പറയുന്നത്. നെറ്റ് ബില്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ നേരെ സോളാർ പ്ലാന്റിന് വൈദ്യുതി ഉണ്ടാക്കി അത് യൂസ് ചെയ്ത് ബാക്കിയുള്ള യൂണിറ്റ് നമ്മൾ ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യും. ഈ ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫീഡിൻ താരിഫ് എന്ന് പറഞ്ഞൊരു താരിഫിലായിരിക്കും നമുക്ക് ഓരോ യൂണിറ്റിനും വെച്ച് കിട്ടുക. പിന്നെ നമ്മൾ നേരെ വൈദ്യുതി സോളാർ പ്ലാന്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിക്കുക നമ്മൾ നേരെ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് റീറ്റെയിൽ റേറ്റിനാണ് വരിക. റീറ്റെയിൽ റേറ്റ് എന്ന് പറയുന്നത് സാധാരണ ബില്ലിൽ വരുന്ന റേറ്റ്. അപ്പോൾ ഈ നേരെ നമുക്ക് ഗ്രിഡിലെ ഫീഡിങ് ചാർജ് ഏകദേശം 2-നും 3-നും ഇടയിലൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നത് ഗ്രിഡ് സപ്പോർട്ട് ചാർജ്. ഗ്രിഡ് സപ്പോർട്ട് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരെ ഗ്രിഡിലേക്ക് വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന പറഞ്ഞില്ലേ, ഈ സപ്ലൈ ചെയ്യുന്ന ഓരോ യൂണിറ്റിനും നമ്മൾ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് എന്നൊരു ചെറിയൊരു ചാർജ് കൊടുക്കണം. അതിനെയാണ് ഗ്രിഡ് സപ്പോർട്ട് ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെ 3 ടേംസുകൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ വരുന്നതാണ് 3 ടൈമിങ്ങുകൾ. 3 ടൈമിങ്ങുകൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ വരുന്നത് സോളാർ ഹവർ. സോളാർ ഹവർ എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സോളാർ ഹവർ വരുന്നത്. പിന്നെ പീക്ക് ഹവർ. പീക്ക് ഹവർ എന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11:30 വരെയാണ് പീക്ക് ഹവർ വരുന്നത്. പിന്നെ ഓഫ് പീക്ക് ഹവർ. ഓഫ് പീക്ക് ഹവർ എന്ന് പറഞ്ഞാൽ രാത്രി 11:30 മുതൽ രാവിലെ 6 മണി വരെയാണ് ഓഫ് പീക്ക് ഹവറായിട്ട് വരുന്നത്. ഇനി നമുക്ക് നെറ്റ് മീറ്ററിങ് ആർക്കൊക്കെ ലഭിക്കും എന്ന് നോക്കാം. നെറ്റ് മീറ്ററിങ് ആർക്കൊക്കെ ലഭിക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ 5 കിലോവാട്ടും 30% സ്റ്റോറേജും ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ് മീറ്ററിങ് കിട്ടും. 3 കിലോവാട്ട് വരെ സ്റ്റോറേജ് ഇല്ലെങ്കിലും നമുക്ക് നെറ്റ് മീറ്ററിങ് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നെറ്റ് മീറ്ററിങ്ങിൽ എങ്ങനെയാണ് ഓഫ്സെറ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. നെറ്റ് മീറ്ററിങ്ങിൽ ഓഫ്സെറ്റ് ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു സോളാർ ഹവറിൽ 100 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച് ആ 100 യൂണിറ്റും ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്ത് ആ 100 യൂണിറ്റ് നമ്മൾ സോളാർ ഹവർ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ 100 യൂണിറ്റും നമുക്ക് യൂസ് ചെയ്യാം. ഇത് നേരെ നൈറ്റിൽ നമ്മൾ നേരെ തിരിച്ചെടുക്കുകയാണെങ്കിൽ അത് നേരെ 66 യൂണിറ്റേ നമുക്ക് ഓഫ്സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഇത് നേരെ ഓഫ് പീക്ക് ഹവറിലാണെങ്കിൽ നേരെ 85 യൂണിറ്റേ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 3 രീതിയിലാണ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുക. ഇതിലൊരു ഇളവുള്ളത് 2 കിലോവാട്ട് വരെ ഈ ഓഫ്സെറ്റിംഗ് ഇല്ല. നമുക്കിപ്പോൾ എത്ര യൂണിറ്റ് ഗ്രിഡിൽ സപ്ലൈ ചെയ്തോ ആ മുഴുവനായിട്ടുള്ള യൂണിറ്റും നമുക്ക് തിരിച്ചെടുക്കാം. 2 കിലോവാട്ട് വരെ. 2 കിലോവാട്ടിൻ്റെ 3 കിലോവാട്ടും അതിൻ്റെ മുകൾക്കാണെങ്കിൽ ഈ റേറ്റ് ഓഫ്സെറ്റിംഗ് റേറ്റ് വരും. ഇങ്ങനെയാണ് വരുന്നത്. ഗ്രിഡ് സപ്പോർട്ട് ചാർജ്. ഗ്രിഡ് സപ്പോർട്ട് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കിലോവാട്ട് വരെ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ഉണ്ടാവില്ല. പിന്നെ 3ന്റെ മേലക്കും ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ഒരു യൂണിറ്റിന് 1 രൂപ വെച്ച് വരും. പിന്നെ നമ്മൾ ഇതര എക്സിസ്റ്റിംഗ് കസ്റ്റമർക്കും ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ഉണ്ടാവില്ല. പിന്നെ നെറ്റ് ബില്ലിങ് എല്ലാവർക്കും എലിജിബിൾ ആണ്. മാക്സിമം കപ്പാസിറ്റി 500 കിലോവാട്ടിന് മുകളിൽ പോകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സിസ്റ്റിംഗ് കസ്റ്റമറെ ഇത് എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം. അപ്പം എക്സിസ്റ്റിംഗ് കസ്റ്റമർ 10 കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിങ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന കസ്റ്റമർക്ക് ഈ റെഗുലേഷൻ വന്നാലും നെറ്റ് മീറ്ററിങ്ങിന് ആയിരിക്കും വരിക. പിന്നെ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് എക്സിസ്റ്റിംഗ് കസ്റ്റമർക്ക് 10 കിലോവാട്ട് വരെയുള്ള കസ്റ്റമർക്ക് ഉണ്ടാവില്ല. പുതുതായിട്ട് വരുന്ന കസ്റ്റമർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം എക്സിസ്റ്റിംഗ് ആയ കസ്റ്റമർക്ക് നെറ്റ് മീറ്ററിങ് ആണെങ്കിൽ നെറ്റ് മീറ്ററിങ് തന്നെ യൂസ് ചെയ്യാം. ഗ്രിഡ് സപ്പോർട്ട് ചാർജും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നെറ്റ് ബില്ലിംഗ് ഒക്കെ വരാൻ പോകുന്നത് പുതുതായി പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കസ്റ്റമർക്ക് മാത്രമേ നെറ്റ് ബില്ലിംഗ് വരികയുള്ളൂ. നമുക്ക് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 10 കിലോവാട്ട് വരെയുള്ള കസ്റ്റമർക്ക് നെറ്റ് മീറ്ററിംഗ് തന്നെയാവും വരിക. പിന്നെ ഗ്രിഡ് സപ്പോർട്ട് ചാർജും ഉണ്ടാവില്ല. പിന്നെ 2 കിലോവാട്ട് വരെ ഇനി വെക്കാൻ പോകുന്ന കസ്റ്റമർക്ക് നെറ്റ് മീറ്ററിംഗ് ആണ് വരിക. ഗ്രിഡ് സപ്പോർട്ട് ചാർജും ഉണ്ടാവില്ല. നെറ്റ് മീറ്ററിംഗ് തന്നെ നമ്മൾ വൈദ്യുതി ഓഫ്സെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ 100 യൂണിറ്റ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയാലും അത് ആ 100 യൂണിറ്റ് മുഴുവനായിട്ട് തന്നെ തിരിച്ചെടുക്കാം. അത് ഏത് അവറിലാണെങ്കിലും മുഴുവനായിട്ട് തന്നെ തിരിച്ചെടുക്കാം. പിന്നെ 3 കിലോവാട്ടും അതിൻ്റെ മുകൾക്കുമാണെങ്കിൽ
നമുക്ക് വൈദ്യുതി നെറ്റ് മീറ്ററിങ് തന്നെ വൈദ്യുതി നമ്മൾ ഓഫ്സെറ്റ് ചെയ്തെടുക്കുമ്പോൾ 3 രീതിയിലാണ് വരിക. 2 കിലോ വാട്ടിന് ഈ പ്രശ്നം വരില്ല. അപ്പോൾ ഈ 2 കിലോ വാട്ട് വരെ ചെയ്യുന്നവർക്ക് ഇത് ഒരിക്കലും ഈ നിയമം എങ്ങനെയായിട്ടും ബാധിക്കില്ല. 3 കിലോ വാട്ടിന് ഈ ഓഫ്സെറ്റ് ചെയ്യുമ്പോഴുള്ള ചെറിയൊരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ 5 യൂണിറ്റും 5 കിലോ വാട്ടും 30% സ്റ്റോറേജ് യൂണിറ്റും ഉണ്ടെങ്കിൽ ഇത് ഈ നിയമം അധികം ബാധിക്കില്ല. പിന്നെ 5ന്റെ മേലക്കും സ്റ്റോറേജ് യൂണിറ്റ് ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ നെറ്റ് ബില്ലിംഗ് ആണ് വരിക. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സാധാരണ വീഡിയോയിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസാണ് ചെയ്തത്, മാത്രമാണ് സോളാറിൽ ചെയ്യുന്നത്. അപ്പം എല്ലാവരും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.